So we are going to prove the result, the Tietz extension theorem. Tietz extension theorem, ഇപ്പോൾ നമ്മൾക്ക് just a space consider ചെയ്യാം, x. Okay, x is a space. And let A be just a subset of x. ഏതെങ്കിലും ആർബിട്രറി ആയിട്ടുള്ളൊരു സബ്സെറ്റ്, അതായത് സബ് സ്പേസ്. അപ്പോൾ എനിക്ക് ഈ ഒരു സബ് സ്പേസിൽ നിന്ന് റിയൽ നമ്പർ സിസ്റ്റത്തിലോട്ട് ഒരു ഫങ്ഷൻ എഫ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, സം ഫങ്ഷൻ എഫ്, സ്മോൾ എഫ് ആണ്. അപ്പോൾ ഈ ഒരു ഫങ്ഷന് നമ്മൾക്ക് ഇത് ഹോൾ സ്പേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഒരു ഫങ്ഷൻ എഫ്, ക്യാപിറ്റൽ എഫ് ഫ്രം എക്സ് ടു ആർ ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ, സ്മോൾ എഫ് ഓഫ് എ, ഫോർ ഓൾ എ ബിലോങ്സ് ടു എ എടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ റിമൈനിങ് എക്സിലുള്ള പോയിൻറ്റ്സിനെല്ലാം, അതായത് ഇഫ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ സം കോൺസ്റ്റൻറ്റ് വാല്യൂ സി കൊടുത്തു എന്ന് കരുതുക. ഓക്കെ, സം കോൺസ്റ്റൻറ്റ് വാല്യൂ സി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫങ്ഷൻ എന്തായിത്തീരും? വിച്ച് വിൽ ബി ദ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ഫങ്ഷൻ എഫ്. കാരണം എന്താണ്? എഫ് റെസ്ട്രിക്റ്റഡ് ടു എ എന്ന് പറയുന്നത് സ്മോൾ എഫ് തന്നെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇൻ ജനറൽ നമ്മൾക്കൊരു ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ ജസ്റ്റ് സബ് സ്പേസിൽ ഡിഫൈൻ ചെയ്ത് ജസ്റ്റ് എ ഫങ്ഷൻ, ഒരു കണ്ടീഷനുള്ള ജസ്റ്റ് എ ഫങ്ഷൻ, ആ ഫങ്ഷനെ നമ്മൾക്ക് ഹോൾ സ്പേസിലോട്ട് എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ സ്മോൾ എഫ്, ഈ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ഫങ്ഷനാണെന്ന് എഴുതുക. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ്റെ എക്സ്റ്റെൻഡഡ് ഫങ്ഷനും കണ്ടിന്യൂസ് ആയി വരുന്ന രീതിയിൽ, അതായത് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ. എന്താണ് ഈ ഒരു ഫങ്ഷൻ എഫിന് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ടു ദ ഹോൾ സ്പേസ് എക്സിലോട്ട് ഉണ്ടായിരിക്കുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ആൻസർ ആയിട്ടാണ് നമ്മൾക്ക് ടീറ്റ്സ് എക്സ്റ്റൻഷൻ തിയറം വരുന്നത്. ഓക്കെ, സോ ടീറ്റ്സ് എക്സ്റ്റൻഷൻ തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു നോർമൽ സ്പേസ് ആണെങ്കിൽ, ആൻഡ് എക്സ് എന്ന് പറയുന്ന ഒരു നോർമൽ സ്പേസ്, ആൻഡ് എ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എക്സ്, ജസ്റ്റ് സബ് സ്പേസ് അല്ല, വിച്ച് ഇസ് എ ക്ലോസ്ഡ് സബ് സ്പേസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് നമ്മൾക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിലോട്ട് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫങ്ഷന് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എഫ് ഫ്രം ദ ഹോൾ സ്പേസ് എക്സ് ടു ആർ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ ഇസ് ഈക്വൽ ടു എഫ്. ഓക്കെ, അതായത് ആ ഒരു എക്സ്റ്റെൻഡഡ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഏത് ഫങ്ഷനെയും നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഏത് സെറ്റിലായാലും. പക്ഷേ കണ്ടിന്യൂസ്, ആ എക്സ്റ്റെൻഡഡ് ഫങ്ഷനും കൂടി കണ്ടിന്യൂസ് ആവുക എന്നതാണ് ക്വസ്റ്റ്യൻ. ആ എക്സ്റ്റെൻഡഡ് ഫങ്ഷനും, ഏതൊരു കണ്ടിന്യൂസ് ഫങ്ഷൻ്റെയും എക്സ്റ്റെൻഡഡ് ഫങ്ഷനും കണ്ടിന്യൂസ് ആവുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് ടീറ്റ്സ് എക്സ്റ്റൻഷൻ തിയറം പ്രകാരം എന്ത് പറയാം? ഇപ്പോൾ എക്സ് നോർമൽ സ്പേസും എ ജസ്റ്റ് ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എക്സും ആണെങ്കിൽ എനി കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം എ ടു ആർ ക്യാൻ ബി extended to the whole space x. It can be extended to a function f from x to r such that f is continuous. ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഫ്രം എ ടു ആറിനും കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ടു ദ ഹോൾ സ്പേസ് എക്സിസ്റ്റ് ചെയ്യും. എപ്പോൾ എ ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കണം, എക്സ് എന്തായിരിക്കണം? നോർമൽ ആയിരിക്കണം, ആൻഡ് ദ സ്മോൾ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾക്ക് ഇതിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൂഫിലോട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ സപ്പോസ് എക്സ് ഈസ് എ നോർമൽ സ്പേസ്. ഇപ്പോൾ നമ്മളൊരു നോർമൽ സ്പേസ് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂറിസോൺസ് ലെമ്മ വെച്ചിട്ട് എന്ത് പറയാം? ദെൻ ബൈ യൂറിസോൺസ് ലെമ്മ ഫോർ ഈച്ച്
disjoint closed subsets a, b in X, there is a continuous function f from X to the closed interval 0, 1 such that f of a equal to 0 and f of b equal to 1. യൂറിസോൺസ് ലെമ്മ പ്രകാരം, അതായത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എഫും തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എഫും സെയിം അല്ല. ഞാൻ യൂറിസോൺസ് ലെമ്മ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ യൂറിസോൺസ് ലെമ്മ പ്രകാരം നമ്മൾക്കറിയാം ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു സെറ്റിനെ 0-ലോട്ടും രണ്ടാമത്തെ സെറ്റിനെ 1-ലോട്ടും മാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എന്തായാലും എവിടെ നിന്ന് ഇങ്ങോട്ട് എക്സിസ്റ്റ് ചെയ്യും? എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1-ലോട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇനി ഫോർ എനി എ ബി ഇൻ ആർ വിത്ത് എ ലെസ് ദാൻ ബി, we know that the closed interval 0-1 is homeomorphic to closed interval AB. ഏതൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും, ഇത്തരത്തിലുള്ള ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് തമ്മിൽ എന്തായിരിക്കും? ഹോമിയോമോർഫിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1ഉം ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-യും എന്താണ്? ഹോമിയോമോർഫിക് ആണ്. അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് എന്താണ്? എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1-ലോട്ട് മാത്രമല്ല, എന്താണ്, ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-ലോട്ടൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും വിത്ത് എഫ് ഓഫ് എ ഈക്വൽ ടു എ ആൻഡ് എഫ് ഓഫ് ബി ഈക്വൽ ടു ബി. ഇതെങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്? യൂറിസോൺസ് ലെമ്മ പ്രകാരം എന്തായാലും എഫ് ഫ്രം എക്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഹോമിയോമോർഫിസം പ്രകാരം നമ്മൾക്ക് എന്തറിയാം? ദർ എക്സിസ്റ്റ് ഹോമിയോമോർഫിസം എച്ച് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 to what? To closed interval AB and with h of 0 equal to A and h of 1 equal to B. ഇങ്ങനൊരു ഹോമിയോമോർഫിസം എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. നമ്മൾക്കറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഞാൻ എച്ച് കോമ്പോസിഷൻ എഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് 0-1-ൽ നിന്ന് എഫ് എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1-ലോട്ടുള്ള ഫംഗ്ഷനാണ്. എച്ച് എന്താണ്? 0-1-ൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-ലോട്ടും. അപ്പോൾ എച്ച് കോമ്പോസിഷൻ എഫ് എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-ലോട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. ആൻഡ് എച്ച് കോമ്പോസിഷൻ എഫ് ഓഫ് എ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഓഫ് എ ആൻഡ് എച്ച് ഓഫ് എഫ് ഓഫ് എ എന്താണ്? 0. അപ്പോൾ എച്ച് ഓഫ് 0 വന്നു. എച്ച് ഓഫ് 0 എന്താണ്? എ. ഇതുപോലെ തന്നെ എച്ച് ഓഫ് എഫ് ഓഫ് ബി ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഓഫ് ബി എന്താണ്? 1. അപ്പോൾ എച്ച് ഓഫ് 1 എന്താണ്? ബി. അപ്പോൾ എന്ത് കിട്ടി നോക്കിക്കേ? ഈ ഒരു ഫംഗ്ഷന് എന്താണ്? എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-ലോട്ടുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആൻഡ് ഫോർ ദാറ്റ് ഫംഗ്ഷൻ എച്ച് കോമ്പോസിഷൻ എഫ് ഓഫ് എ ഈക്വൽ ടു എയും എച്ച് കോമ്പോസിഷൻ എഫ് ഓഫ് ബി ഈക്വൽ ടു ബിയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-ലോട്ട് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ആ ഫംഗ്ഷനെ ഞാൻ എഗെയിൻ റീനെയിം ചെയ്തിട്ട് എഫ് തന്നെ പറയുന്നു കേട്ടോ. സോ നമ്മൾക്ക് ഏത് നോർമൽ സ്പേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ AB സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എ ആൻഡ് എഫ് ഓഫ് ബി ഈക്വൽ ടു ബി. ഓക്കെ, ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സിന് കറസ്പോണ്ടിങ് ഇങ്ങനൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ദാറ്റ് എക്സ് ഈസ് എ നോർമൽ സ്പേസ് ആൻഡ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ആൻഡ് എഫ് ഫ്രം എ ടു ആർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? ഒരു നോർമൽ സ്പേസ് കൺസിഡർ ചെയ്തു, അതിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് എ കൺസിഡർ ചെയ്തു, ആൻഡ് ഈ ഒരു സബ്സെറ്റിൽ നിന്ന് എന്താണ് റിയൽ നമ്പർ സിസ്റ്റത്തിലോട്ടുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫും കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൂഫ് രണ്ട് കേസസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്യും എഫ് ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. And the second case f of a is not a subset of what? Closed interval -1 1. ഇങ്ങനെ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു എഫ് ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്താണ്?
എഫ് ഓഫ് എയുടെ വാല്യൂസ് എല്ലാം ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് സെറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ A1 എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് എക്സ് ഇൻ എയിലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ്. സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3. എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3. നോക്കിക്കേ, എങ്ങനെയാണ്? എയിലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ്. ആ പോയിൻറ്റ്സിൻ്റെ ഇമേജ് എവിടെ വരണം? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 ആയിരിക്കണം. എയിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും ഇമേജസ് -1ൻ്റെയും 1ൻ്റെ ഇവിടെ 1 ആണ്, -1ൻ്റെയും 1ൻ്റെ ഇടയിൽ മാത്രമേ വരുന്നുള്ളൂ നമ്മൾക്ക്. അപ്പോൾ അതിൽ തന്നെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 വരുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് A1-ലുള്ളത്. ഇപ്പം ഞാൻ -1/3 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 എന്ന് പറയുന്നേരം -1ൻ്റെയും -1/3ൻ്റെ ഇടയിൽ വരുന്ന എഫ് ഓഫ് എക്സുകൾ വരുന്ന അതിന് കറസ്പോണ്ടിങ് എക്സിൻ്റെ കളക്ഷനാണ് A1. അതായത് ഏതെല്ലാം പോയിൻറ്റ്സിൻ്റെ ഇമേജസ് ഈ ഒരു ഇൻ്റർവെല്ലിൽ വരുന്നുണ്ടോ ആ പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് A1. ഇപ്പം എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലോട്ടുള്ള ഫങ്ഷനായിരുന്നു. ആൻഡ് ഇമേജ് സെറ്റ് -1 ബിറ്റ്വീൻ -1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഇതെന്തായിരിക്കും ഈ ഒരു കളക്ഷൻ? ഇറ്റ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് -1/3 അല്ലേ? ഈ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന എലമെൻസിൻ്റെ ഇൻവേഴ്സ് ഇമേജാണ് വരുന്നത് അല്ലേ? ഇത് തന്നെ ജസ്റ്റ് ഇതിൽ നിന്ന് തന്നെ എഴുതി വെച്ചത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്താണ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 അല്ലേ? ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എന്തായാലും -1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അസ്യൂം ചെയ്തു ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 മാത്രം മതി. അത് തന്നെയല്ലേ ഈ എഴുതിയിരിക്കുന്നത്. സോ നമ്മൾക്ക് A1 എന്താണെന്ന് കിട്ടി? A1 is equal to F inverse of -1/3. ആൻഡ് എഫ് എന്താണ്? ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ നിന്ന് ആറിലോട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻ ആയിരുന്നു അല്ലേ? ആൻഡ് ഇതെന്താണ്? ആറിലുള്ളൊരു ക്ലോസ്ഡ് സെറ്റാണ്. നമ്മൾക്കറിയാം എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും, ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇത് ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് -1/3 എന്തായിരിക്കും? എയിലെ ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ A1 എന്താണ്? എയിലുള്ള ക്ലോസ്ഡ് സെറ്റാണ്. ഇനി നമ്മൾക്കറിയാം ജസ്റ്റ് ഞാനൊരു ടോപ്പോളജി എക്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സബ്സ്പേസ് എയും കൺസിഡർ ചെയ്യുന്നു. ഞാൻ എയിലുള്ളൊരു ക്ലോസ്ഡ് സെറ്റ് സി എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫോമിലായിരിക്കും? സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഡി വേർ ഡി ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ്. എന്താണ്? എയിലുള്ള ക്ലോസ്ഡ് സെറ്റ്സ് എല്ലാം ഏത് ഫോമിലായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഡി ഫോമിലായിരിക്കും വേർ ഡി ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്കിവിടെ A1 എയിലുള്ള ക്ലോസ്ഡ് സെറ്റാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇവിടെ സിക്ക് കറസ്പോണ്ടിങ് ഡി പറഞ്ഞതുപോലെ ദർ എക്സിസ്റ്റ് എ ക്ലോസ്ഡ് സെറ്റ് A1 dash in X such that A1 is equal to A intersection A1 dash അല്ലേ? ഇനി നോക്കുക, എ എക്സിലുള്ളൊരു ക്ലോസ്ഡ് സെറ്റാണ്, A1 ഡാഷും എക്സിലുള്ളൊരു ക്ലോസ്ഡ് സെറ്റാണ്. So their intersection is also a closed set in X. So A1 is a closed set in X. അതായത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരുന്ന ഈ ഒരു A1 എയിൽ ക്ലോസ്ഡ് സെറ്റ് ആയിരുന്നു. എ എക്സിലുള്ള ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് A1ഉം എന്തായിരിക്കും? എക്സിലുള്ളൊരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ A1 ഡിഫൈൻ ചെയ്തു, A1 എക്സിലുള്ള ക്ലോസ്ഡ് സെറ്റ് ആണെന്നും കിട്ടി. ഇനി ഞാൻ ഒരു സെറ്റ് കൂടെ ഡിഫൈൻ ചെയ്യുന്നു, B1. B1 is the set of all x belongs to A
such that f of x greater than or equal to 1/3. നോക്കിക്കേ, ഞാൻ 1/3 ചൂസ് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണെങ്കിൽ ആ എക്സ് എവിടെ ഉണ്ടായിരിക്കും? B1 ഉണ്ടായിരിക്കും. അതായത് ഇതെന്താണ്, നമ്മൾ A1 എഴുതിയതുപോലെ തന്നെ ഇതെന്തായി തീരും? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ്, അവിടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 എന്നായിരുന്നു. ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്നാണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് 1/3 1 എന്ന് വരും അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എവിടെ വരെ വരത്തുള്ളൂ? 1 വരെ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് നമ്മൾ B1 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. A1 പറഞ്ഞതുപോലെ തന്നെ എഫ് കണ്ടിന്യൂസും ഇത് ആറിലുള്ള ക്ലോസ്ഡ് സെറ്റും ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് 1/3 1 എന്തായിരിക്കും? വിച്ച് ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ A ആയിരിക്കും. ആൻഡ് A എക്സിലുള്ള ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് B1 എന്തായി തീരും? B1 is also a closed set in X. So A1 and B1 are two closed sets in X. Okay. ഇനി A1ഉം B1ഉം ഡിസ്ജോയിൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? A1 എല്ലാ പോയിൻറ്റ്സിൻ്റെയും ഇമേജസ് എവിടെയേ വരത്തുള്ളൂ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 വരത്തുള്ളൂ. അതായത് ഈ ഒരു ഇൻ്റർവെല്ലിലേ വരത്തുള്ളൂ. B1 എല്ലാ പോയിൻറ്റ്സിൻ്റെ ഇമേജസ് ഇവിടെ വരത്തുള്ളൂ. A1ഉം B1ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഇൻ്റർസെക്ഷനിൽ, അതായത് A1 ഇൻ്റർസെക്ഷൻ B1 നോൺ എം ടി ആണെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ ഇമേജ് എവിടെ വരണം? വിച്ച് ബിലോങ്സ് ടു -1 -1/3 ആയിരിക്കണം ആൻഡ് 1/3 1 ആയിരിക്കണം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ലേ? ഈ രണ്ട് ഇൻ്റർവെൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾക്ക് എന്താണ്? ഇങ്ങനൊരു പോയിന്റ് ഉണ്ടായിരിക്കത്തില്ല. അതായത് A1 ഇൻ്റർസെക്ഷൻ B1 എന്താണ്? വിച്ച് ഈസ് എം ടി. സോ നമ്മൾക്ക് രണ്ട് സെറ്റ്സ് A1ഉം B1ഉം കിട്ടിയിട്ടുണ്ട്. ദോസ് ടു ആർ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ X. ഓക്കെ, ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ X. ഇനി നോക്കിക്കേ, A1 ആൻഡ് B1 ആർ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ X. ഇനി ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നോർമൽ സ്പേസ് ആയതുകൊണ്ട് യൂറിസോൺസ് ലെമ്മ വെച്ചിട്ട് ഏതൊരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ AB എടുത്തു കഴിഞ്ഞാലും എന്താണ്? ആൻഡ് എനി ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് AB ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് A ഈക്വൽ ടു Aയും എഫ് ഓഫ് B ഈക്വൽ ടു Bയുമായിട്ട് വരുന്ന എ കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം ദ നോർമൽ സ്പേസ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എക്സിസ്റ്റ് ചെയ്യും എന്ന് ഈ തിയറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, പ്രൂഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഈ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ ദ നോർമൽ സ്പേസ് X ആണല്ലോ A1ഉം B1ഉം. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദിസ് ഞാൻ ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുക്കുന്നു എന്ന് വെച്ചാൽ -1/3യും 1/3യും എടുക്കുന്നു. ഓക്കെ, -1/3 1/3. ഇപ്പം ഞാൻ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ യൂറിസോൺസ് ലെമ്മ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ആ ഫങ്ഷനെ ഞാൻ F1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ കണ്ടിന്യൂസ് ഫങ്ഷൻ F1 ഫ്രം X ടു ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1/3 1/3 such that F1 of A1 is equal to -1/3 and F1 of B1 is equal to 1/3. ഇത് എവിടെ നിന്നാണ് നമ്മൾക്ക് വന്നത്? യൂറിസോൺസ് ലെമ്മ വെച്ചിട്ടാണ് നമ്മൾക്ക് ഇങ്ങനൊരു ഫങ്ഷൻ F1 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ ഓർത്ത് വെക്കുക. നമ്മൾ രണ്ട് സെറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, A1ഉം B1ഉം. ദോസ് ടു ആർ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ X. So by Urison's lemma, there exists a continuous function F1 from X to this closed interval -1/3 1/3
such that f1 of a1 equal to minus 1 by 3 and f1 of b1 equal to 1 by 3. ആൻഡ് ഇവിടെ എക്സ് നോർമൽ ആയതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. യൂറിസോൺസ് ലെമ്മ നമുക്ക് നോർമൽ സ്പേസിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. Now note that for any x in A, the absolute value of f of x minus f1 of x is less than or equal to 2 by 3. ഇതെങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്? ദിസ് ഡിഫറൻസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 3. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്താലും f1 of x എടുത്തു കഴിഞ്ഞാൽ എക്സിലുള്ള ഇപ്പം എയിലുള്ള ഏത് പോയിൻ്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്താണ്, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രകാരം ഇമേജസ് എവിടെയായിരിക്കും? ഇൻ ബിറ്റ്വീൻ -1 1 ആയിരിക്കും. ഇപ്പോൾ 0 കൺസിഡർ ചെയ്തു, 1 by 3 കൺസിഡർ ചെയ്തു, 1 കൺസിഡർ ചെയ്തു, -1 by 3 കൺസിഡർ ചെയ്തു, -1 കൺസിഡർ ചെയ്തു. ഇപ്പോൾ നമ്മൾ A1 ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആയിരുന്നു, B1 ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആയിരുന്നു. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക? ഒന്നുകിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ വരാം, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ വരാം, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ വരാം, അല്ലേ? അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 by 3 എന്ന കേസ് എടുക്കുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഈ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന കേസ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 by 3 ആണെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കും? A1 ഉണ്ടായിരിക്കും, അല്ലേ? ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആയിട്ടാണ് നമ്മൾ A1 ഡിഫൈൻ ചെയ്തത്. സോ എക്സ് ബിലോങ്സ് ടു A1 ആയിരിക്കും. അപ്പോൾ എക്സ് ബിലോങ്സ് ടു A1 ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ബൈ ദ ഡെഫിനിഷൻ ഓഫ് f1 ഓഫ് എക്സ് എന്തായിരിക്കും? -1 by 3 ആയിരിക്കും. കാരണം എന്താണ്? f1 ഓഫ് A1 എന്തായിരുന്നു? -1 by 3 ആയിരുന്നു, അല്ലേ? അപ്പോൾ f1 ഓഫ് എക്സ് ഈക്വൽ ടു -1 by 3, അതായത് ഈ ഒരു വാല്യൂ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഫോർ എനി എക്സ് വിത്ത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 by 3, f1 ഓഫ് എക്സ് എന്ത് തന്നെയാണ്? -1 by 3 തന്നെയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ ഈ എഫ് ഓഫ് എക്സുകളെല്ലാം എവിടെയുണ്ട്? ഈ ഒരു ഇൻ്റർവെല്ലിൽ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലുള്ള ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻറ്റും ഈ -1 by 3 തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തേ വരത്തുള്ളൂ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 3 വരത്തുള്ളൂ, അല്ലേ? ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഏതുമായിട്ടാണ്? -1 ആയിട്ടാണുള്ളത്. -1ഉം -1 by 3 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വിച്ച് ഈസ് -2 by 3 ആണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമ്മൾക്ക് 2 by 3 കിട്ടും, അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നത് -1 by 3ഉം -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിൽ. അത് തന്നെ 2 by 3 ആണ്. അപ്പോൾ റിമൈനിങ് പോയിൻറ്റ്സും തമ്മിലുള്ള -1 by 3യുടെ ഡിസ്റ്റൻസ് എന്തേ വരത്തുള്ളൂ? വിച്ച് ഈസ് ലെസ് ദാൻ 2 by 3. സോ നമ്മൾക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ്, ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 3 എന്ന് കിട്ടി. എപ്പോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദിസ് ഇൻ്റർവെൽ ആണെങ്കിൽ. ഇനി എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഈ ഒരു ഇൻ്റർവെല്ലാണെന്ന് എടുക്കുക, അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by 3. ഈ ഇൻ്റർവെല്ലിലാണ് എഫ് ഓഫ് എക്സ് വരുന്നതെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കും? B1 ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആൻഡ് നമ്മൾ അസംഷൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് f1 ഓഫ് B1 എന്തായിരുന്നു? വിച്ച് ഈസ് 1 by 3. അതായത് ഇതാണ് വരുന്നത്, ഈ ഒരു വാല്യൂ ആണ് വരുന്നത്. B1 എല്ലാ പോയിൻറ്റ്സിനും f1 ഓഫ് എക്സ് എന്താണ് വരുന്നത്? 1 by 3 ആണ് വരുന്നത്. സോ ഇതാണ് f1 ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിൽ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ 1 by 3യും ഈ ഇൻ്റർവെല്ലിലെ റിമൈനിങ് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 3 ആണ്. സോ അതുകൊണ്ട് തന്നെ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 3 ആണ്. ഇനി നമ്മൾ അടുത്ത കേസ് എന്താണ്? ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്തു, ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ വരുന്ന കേസ് കൂടെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതായത് ഇഫ് -1 by 3 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1 by 3. നമ്മൾക്കറിയാം f1 എന്ന് പറയുന്നത് എന്താണ്? എക്സിൽ നിന്ന് -1 by 3 1 by 3 ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലോട്ടുള്ള ഫംഗ്ഷനാണ് f1. അപ്പോൾ f1ൻ്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യത്തുള്ളൂ?
-1/3 to 1/3 വരെ വരെ ചെയ്യത്തുള്ളൂ. സോ -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം, ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ ദ ബേസിക് പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് f1 ഓഫ് എക്സ് എന്ന് പറയാം. മോഡുലസ് ഓർ അബ്സല്യൂട്ട് വാല്യൂ എന്തെടുത്താലും കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്ന് വരും. ഓക്കെ, ആൻഡ് absolute value of f of x is less than or equal to 1 by, which is strictly less than 1/3 ആണ്, and the absolute value of f1 of x is less than or equal to 1/3 ആണ്. So this is less than 1/3 plus 1/3 and this is equal to 2/3. അപ്പോൾ f of x ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരുന്നതെങ്കിൽ the absolute value of f of x minus f1 of x എന്ത് തന്നെയാണ്, 2/3 തന്നെയാണ്. സോ നമ്മൾക്ക് ഏത് എക്സ് എടുത്താലും എയിലുള്ള ഏതൊരു പോയിൻ്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് എന്തായിരിക്കും, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആയിരിക്കും. ഓക്കെ, നൗ കൺസിഡർ ദ ഫങ്ഷൻ എഫ് ഡാഷ് ഡിഫൈൻഡ് ഓൺ എ by f dash of x is equal to f of x minus f1 of x for all x in a. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2/3 ഫോർ ഓൾ എക്സ് ഇൻ എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിഫറൻസാണ് നമ്മളിവിടെ ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രം എ ടു എങ്ങോട്ടായിരിക്കും ഫംഗ്ഷൻ ഉണ്ടായിരിക്കുക, അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2/3 ആയതുകൊണ്ട് f dash maps a into the interval -2/3 2/3. ഓക്കെ, എയിൽ നിന്ന് ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും എഫ് ഡാഷ്. ഇനി ഞാൻ നേരത്തെ a1ഉം b1ഉം ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ a2 b2 ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് a2 is equal to the set of all x belongs to a such that f dash of x is less than or equal to -2/9. എന്താണ് വാല്യൂ ലെസ് ദാൻ or equal to -2/9 വരുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളക്ഷനാണ് a2. b2 എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ or equal to 2/9 വരുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനും. ഓക്കെ, അപ്പോൾ a2ഉം b2 നേരത്തെ a1ഉം b1ഉം പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് a2ഉം b2 എന്താണെന്ന് പറയാം, a2 ആൻഡ് b2 ആർ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയാം. ആൻഡ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ആയതുകൊണ്ട് a2ഉം b2 എന്തായിരിക്കും, ദീസ് ടു ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് യൂറിസോൺസ് ലെമ്മ അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം അതാണ് a2ഉം b2 ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. സോ ബൈ യൂറിസോൺസ് ലെമ്മ there is a Urison's function f2 from x to this closed interval such that what f2 of a2 equal to -2/9 and f2 of b2 equal to 2/9. Now for each x in a, consider the absolute value of f of x minus f1 of x plus f2 of x. ഈ ഒരു ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് എന്ന് വരും, ആൻഡ് ഇറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് f2 ഓഫ് എക്സ്. ഇനി നമ്മൾ എഫ് ഓഫ് എക്സും f1 ഓഫ് എക്സും ഡിഫൈൻ ചെയ്തെടുത്ത് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഓൾ എക്സ് ഇൻ എ. അവിടെ യൂസ് ചെയ്ത അതേ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്കിവിടെ ദിസ് അബ്സല്യൂട്ട് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9 എന്നും ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അവിടെ ഞാൻ ആ ലൈൻ ഇൻ്റർവെൽസ് ഒക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. ആൻഡ് 4/9 is equal to 2/3 whole square. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് f1 ഓഫ് എക്സ് കിട്ടി, f2 ഓഫ് എക്സ് കിട്ടി. ബൈ കണ്ടിന്യൂയിങ് ദീസ് സ്റ്റെപ്സ്, ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് എടുത്തതുപോലെ എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് പ്ലസ് f2 ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് മൈനസ് f2 ഓഫ് എക്സ് എടുക്കുന്നേരം അനദർ ഫംഗ്ഷൻ f3 ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പ്രൊസീഡിങ് ഇൻഡക്റ്റീവ്ലി there exists a sequence fn where n is equal to 1 to infinity
of continuous functions fn from x to the closed interval minus 2 raised to n minus 1 by 3 raised to n, 2 raised to n minus 1 by 3 raised to n, such that the absolute value of f of x minus summation n is equal to 1 to n fn of x is less than or equal to 2 by 3 all raised to n, and this is true for all x in 1 x in a. അപ്പോൾ ഈ ഒരു ഇൻഇക്വാലിറ്റിന് ഞാൻ ഇൻഇക്വാലിറ്റി നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എഫ്എൻസ് നമ്മൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് സീരീസ് summation n is equal to 1 to infinity fn of x കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഉണ്ട്, വിയർസ്ട്രാസ് ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ if a series of continuous functions summation n is equal to 1 to infinity fn of x is defined on a non-empty set E, and there exists a sequence of constants mn. If there exists a sequence of constants mn such that the absolute value of fn of x less than or equal to mn for all x in E, and for all n in n, for all natural numbers n, and for all points in E, fn of the absolute value of fn of x less than or equal to mn ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനൊരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക വെച്ചാൽ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ദാറ്റ് ദ സീരീസ് വിൽ കൺവേർജസ് if one more thing, എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരെ, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. വൺ മോർ കണ്ടീഷൻ, ഈ ഒരു സീരീസ് സമ്മേഷൻ n is equal to 1 to infinity mn ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യണം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ആൻഡ് ഈ സീരീസും കൺവേർജ് ചെയ്യുന്ന രീതിയിൽ എ സീക്വൻസ് ഓഫ് കോൺസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യും. സീരീസ് ഓഫ് ഫങ്ഷൻസ് എഫ്എൻസ് കൺവേർജ് ചെയ്യും. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് ഓഫ് കോൺസ്റ്റൻസ് mn വിച്ച് സാറ്റിസ്ഫൈസ് ദീസ് ടു കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യും. ഇതാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ അപ്പോൾ നോക്കുക, ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഫങ്ഷൻസ് എഫ്എൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ 2 raised to minus 2 raised to n minus 1 by 3 raised to n, 2 raised to n minus 1 by 3 raised to n ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് fn of x lies in this interval. So the absolute value of fn of x is less than or equal to 2 raised to n by n minus 1 by 3 raised to n ആണ്. ഓക്കെ, അപ്പം ഞാൻ mn ആയിട്ട് ഇതാണ് ചൂസ് ചെയ്യുന്നത്, 2 raised to n minus 1 by 3 raised to n. ഇനി ദ സീരീസ് ഓഫ് ദിസ് നമ്പേഴ്സ് കോൺസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ n is equal to 1 to infinity 2 raised to n minus 1 by 3 raised to n എന്ന് വരും. അപ്പോൾ ഇതെന്താണ്? വിച്ച് ഈസ് എ സീരീസ് ഓഫ് ജോമെട്രിക് സീരീസ് ആണല്ലേ. a is equal to 1 by 3യും r is equal to എന്താണ് 2 by 3യും വരും അല്ലേ. അപ്പോൾ ദ വാല്യൂ ഓഫ് r is less than 1. So this series is convergent
അപ്പോൾ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു എന്താണ് നമ്മൾക്ക് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് എന്ത് പറയാം, ഈ സീരീസ് ഓഫ് ഫങ്ഷൻസ് കൺവേർജ് ചെയ്യും. ഓക്കെ, since the series summation n is equal to 1 to infinity 2 raised to n minus 1 by 3 raised to n is convergent and the absolute value of fn of x is less than or equal to 2 raised to n minus 1 by 3 raised to n for all x in x and for each natural number n, then the series summation n is equal to 1 to infinity fn of x converges to what, a real number, and we denote it as f of x. Okay, so for each x in x this series converges and the convergent limit is taken as f of x, denoted as f of x. Okay, and which lies in the interval between these real numbers ആയിരിക്കും അല്ലേ, between these two real numbers ആയിരിക്കും എന്താണ് എക്സിസ്റ്റ് ചെയ്യുക, ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് ദ ലിമിറ്റ് ഏതൊക്കെയാണ്, സമ്മേഷൻ n is equal to 1 to infinity minus 2 raised to n minus 1 by 3 raised to n, and this is equal to എന്താണ് -1 ആണ്. and the summation n is equal to 1 to infinity 2 raised to n minus 1 by 3 raised to n, and this is equal to 1. ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ജിയോമെട്രിക് സീരീസ് ആണ് രണ്ടിലും എയുടെ വാല്യൂ എന്താണ് വരുന്നത്, എയുടെ വാല്യൂ 1/3 ആണ് വരുന്നത്. ആൻഡ് ആറിൻ്റെ വാല്യൂ എന്താണ്, ആറിൻ്റെ വാല്യൂ നമ്മൾക്ക് എ ഈക്വൽ ടു -1/3 എന്നെടുക്കാം. ഫസ്റ്റ് ജിയോമെട്രിക് സീരീസിൽ എ ഇസ് ഈക്വൽ ടു -1/3 എന്നും ആർ ഇസ് ഈക്വൽ ടു 2/3 എന്നും എടുക്കാം. ഓക്കെ, ജിയോമെട്രിക് സീരീസ് ആണ്, ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് വിച്ച് ഇസ് കൺവേർജൻറ്റ്. ആൻഡ് ദ കൺവേർജിങ് വാല്യൂ എന്താണ്, നമ്മൾക്ക് എ ഇൻറ്റു 1/1 മൈനസ് ആർ ആണ് വരിക നമ്മൾക്ക്. ആൻഡ് ദിസ് ഇസ് -1/3 ഇൻറ്റു 1/1 മൈനസ് 2/3. അപ്പോൾ എന്ത് വരും, 3 - 2/3 1. സോ 3 മുകളിൽ പോകുമ്പോൾ 3 യും 3 യും ക്യാൻസലായിട്ട് -1 വാല്യൂ വന്നു. ആൻഡ് സെക്കൻഡ് ജിയോമെട്രിക് സീരീസ് ആവുന്നത് എന്താണ്, അതിൽ എ ഇസ് ഈക്വൽ ടു 1/3 ആണ് വരുന്നത്. സോ ഇവിടുത്തെ മൈനസ് ക്യാൻസൽ ആവും. അപ്പോൾ 1/3 ഇൻറ്റു 1/1 മൈനസ് 2/3 എന്ന് വരും. അപ്പോൾ വാല്യൂ എന്താണ്, 1 കിട്ടും. ഓക്കെ, സോ ദ വാല്യൂ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ എന്താണ്, ദീസ് ടു നമ്പേഴ്സ് ആയിരിക്കും. അതായത് -1-നും 1-നും ഇടയിലുള്ളൊരു റിയൽ നമ്പർ ആയിരിക്കും ഈ ഒരു സീരീസിൻ്റെ ലിമിറ്റായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എഫ് ഓഫ് എക്സ് ഇൻ ദ ഇൻ്റർവെൽ -1 1. ആൻഡ് ഇതെന്താണ്, ദിസ് ഇസ് ദ ലിമിറ്റ് ഓഫ് ദിസ് സീരീസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ കിട്ടി നമ്മൾക്ക് എവിടെ നിന്ന് ഇങ്ങോട്ട്, ഫ്രം ദ ഹോൾ സെറ്റ് എക്സ് ഇൻറ്റു the limit into the interval -1 1. ഓക്കെ, ആൻഡ് ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് എന്താണ് വരുന്നത്, ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ സീരീസിൻ്റെ ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇഫ് എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയി. ഇഫ് എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദിസ് വാല്യൂ എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ ഇൻഇക്വാലിറ്റിയിൽ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് എന്ത് കിട്ടും, ദിസ് വിൽ ബി ദ വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് ഈ ഒരു വാല്യൂ എന്താണ്, n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഈ വാല്യൂ 2/3 ഇസ് ലെസ് ദാൻ 1 ആണ്. 2/3 ഇസ് ലെസ് ദാൻ 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നേരം 2/3 raised to n എങ്ങോട്ടേക്ക് പോകും, വിച്ച് വിൽ ബി ടെൻസ് ടു 0 ആയിരിക്കും. അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ് അബ്സല്യൂട്ട് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമ്മൾക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ എ എന്ന് കിട്ടും.
അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി? ബൈ അപ്ലൈയിങ് ദ ലിമിറ്റ് നമ്മൾക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദ സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എ എന്ന് കിട്ടി. അതായത് നമ്മളിപ്പം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞ ഈ ഒരു ഫങ്ഷൻ വിച്ച് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട്? വിച്ച് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്മോൾ ഫങ്ഷൻ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി നമ്മൾക്ക്. ഇനി നമ്മൾക്ക് എന്താണ്? ഈ ഒരു ഫങ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി തീരും? ഇറ്റ് വിൽ ബി ദ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഓഫ് ദ സ്മോൾ എഫ് ഓഫ് എക്സ് ആൻഡ് ഹെൻസ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഈ എഫ് ഓഫ് എക്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ദ ഫങ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾക്കറിയാം ഫങ്ഷൻ എഫ് ഫ്രം എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഇൻ ടു വൈ ഈസ് കണ്ടിന്യൂസ് എപ്പോഴാണ്? ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് and for each open set V in Y containing f of x, if there exists an open set U in X such that X belongs to U and f of U is contained in V. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും എന്താണ്? നമ്മൾക്ക് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ആൻഡ് ഓ എൻ ഓപ്പൺ സെറ്റ് ഇൻ ആർ കണ്ടെയ്നിങ് എഫ് ഓഫ് എക്സ്. ഓക്കെ, നൗ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾക്കറിയാം ഈ ഒ എന്ന് പറയുന്നത് എൻ ഓപ്പൺ സെറ്റ് ഇൻ റിയൽ നമ്പർ സിസ്റ്റം ആണ് ആൻഡ് കണ്ടെയ്നിങ് ദ പോയിന്റ് എഫ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ എബൌട്ട് എഫ് ഓഫ് എക്സിലുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെൽ എന്തായാലും ഓയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതായത് ദർ എക്സിസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ അല്ല കേട്ടോ. സോ ദർ എക്സിസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 such that the f of x minus epsilon f of x plus epsilon, the open interval f of x minus epsilon f of x plus epsilon is contained in O. Okay, ഇനി നോക്കുക. And let n be a positive integer such that the summation n is equal to n plus 1 to infinity 2 by 3 raised to n is less than epsilon by 2. ഇത് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന 2 പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ സീക്വൻസ് കൺസിഡർ ചെയ്യുമ്പോൾ സീക്വൻസ് വിച്ച് കൺവേർജസ് ടു 0 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ for any positive real number epsilon ഈ സീക്വൻസ് 0 കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് we can find an xn in this sequence such that xn is less than epsilon. അല്ലേ, xn ഇപ്പം റിയൽ നമ്പർ സിസ്റ്റം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, 0 ആണ്. 0 കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ എബൌട്ട് 0 ഏത് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഈ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എബൌട്ട് 0 ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എപ്സിലോൺ എന്ന് പറയുന്ന ഇൻ്റർവെൽസ്. ഇത്തരത്തിൽ ഞാൻ ഏത് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും അതിൽ എന്താണ്? ഈ സീക്വൻസ് എക്സനിലുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് വി ക്യാൻ ഫൈൻഡ് എ ടേം എക്സൻ ഇൻ ദിസ് സീക്വൻസ് സച്ച് ദാറ്റ് എക്സൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരു സീരീസ് വൈ എൻ കൺസിഡർ ചെയ്തു. ഓക്കെ, സമ്മേഷൻ n is equal to 1 to infinity yn. ഈ ഒരു സീരീസ് കൺവേർജൻറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾക്കറിയാം ഈ സീരീസിൻ്റെ ടെയിൽ എങ്ങോട്ടേക്കാണ്? 0 കൺവേർജ് ചെയ്യുക. അല്ലേ, ഈ സീരീസിൻ്റെ ടെയിൽ 0 കൺവേർജ് ചെയ്യും. അതായത് ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഫ്രം സം പെർട്ടിക്കുലർ n to infinity yn. ഈ ഒരു ഫോമിലാണ് ടെയിൽ ഉണ്ടായിരിക്കുക. അല്ലെ, ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സിന് ശേഷമുള്ള സീരീസിലുള്ള സമ്മേഷൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ സീരീസ് ഇങ്ങനെയുള്ള ഈ ടെയിൽസിൻ്റെ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? 0 കൺവേർജ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ടു
an epsilon greater than 0, we can find a natural number n such that the tail of this series is less than epsilon. Okay. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരാം. ഈ രണ്ട് റിസൾട്ടും കൂടി ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ സീരീസ് സമ്മേഷൻ n is equal to 1 to infinity 2/3 raised to n കൺസിഡർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഒരു സീരീസ് എന്താണ് വിച്ച് ഈസ് ജിയോമെട്രിക് സീരീസ് ആണ്, കൺവേർജൻ്റ് ആണ്. ഇപ്പോൾ കൺവേർജൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഈ സീരീസിൻ്റെ ടെയിൽ 0 കൺവേർജ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ടെയിൽ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. ആ ടെയിൽസിൻ്റെ സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 0 കൺവേർജ് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ, നമ്മൾക്ക് ഓൾറെഡി ഒരു എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഞാൻ കൺസിഡർ ചെയ്തു, epsilon/2. അപ്പോൾ ഈ സീരീസിൻ്റെ ടെയിൽസിൻ്റെ സീക്വൻസ് എടുക്കുമ്പോൾ അത് 0 കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് we can find a natural number n such that the summation n is equal to n plus 1 to infinity 2/3 raised to n is less than epsilon/2. ഓക്കെ. ഞാൻ ഈ രണ്ട് റിസൾട്ടും പ്രോപ്പർട്ടിയും കമ്പൈൻ ചെയ്ത് ഒരടിയായിട്ട് പറഞ്ഞതാണ്, ഒറ്റയടിക്ക് പറഞ്ഞതാണ്. ഓക്കെ. സോ കറസ്പോണ്ടിങ് ടു ദിസ് epsilon greater than 0, we can find a natural number n such that this is less than epsilon/2. ഈ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് നമ്മളിനി യൂസ് ചെയ്യും, പ്രൂഫിൽ യൂസ് ചെയ്യും. ഇനി കൺസിഡർ ദ ഫങ്ഷൻസ് f1 f2 എക്സെട്ര fn. ഇതെല്ലാം കണ്ടിന്യൂസ് ഫങ്ഷനാണ്. കണ്ടിന്യൂസ് ഫങ്ഷൻ ആയതുകൊണ്ട് we can find open sets v1 v2 etc vn in x containing x such that for y in vn this absolute value, the absolute value of fn of x minus fn of y is less than epsilon/2 power n for each n is equal to 1 to etc n or 1 less than or equal to n less than or equal to n. ഓക്കെ. അപ്പോൾ നമുക്ക് fn's ഈ f1 f2 എക്സെട്ര fn കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ സെറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഇനി ഞാൻ ഈ ഓപ്പൺ സെറ്റ്സിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. കൺസിഡർ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ഓഫ് ദീസ് ഓപ്പൺ സെറ്റ്സ്. അപ്പോൾ ആ ഇൻ്റർസെക്ഷനിൽ നിന്ന് ഞാനൊരു എലമെൻ്റ് എടുക്കുന്നു. ഇഫ് y belongs to the intersection n is equal to 1 to n vn, and now consider the absolute value of f of x minus f of y. Okay, this is equal to x belongs to v1 v2 etc vn ആയതുകൊണ്ട് x എവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു ഇന്റർസെക്ഷനിലും ഉണ്ടായിരിക്കും. ഓക്കെ. now this is equal to the summation f of x എന്താണ്, the summation n is equal to 1 to infinity fn of x, and f of y എന്താണ്, summation n is equal to 1 to infinity fn of y, and this is equal to the summation n is equal to 1 to infinity the absolute value of fn of x minus fn of y എന്ന് എഴുതാം നമ്മൾക്ക്. Okay, now from this is less than or equal to summation. നോക്കി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത്. summation n is equal to 1 to n fn of x minus fn of y plus summation n is equal to n plus 1 to infinity fn of x minus absolute value of fn of x minus fn of y. ഇനി ഇതിൽ നിന്ന് ദാ നോക്കിക്കേ, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം നമ്മൾക്ക് എന്താണ്, absolute value of fn of x minus fn of y എന്തായിരിക്കും, which is less than epsilon/2 എന്നായിരിക്കും. സോ ഇതിന് പകരം നമ്മൾക്ക് എങ്ങനെ എഴുതാം, this is less than summation n is equal to 1 to infinity epsilon/2 n എന്ന് എഴുതാം. പ്ലസ് ഇനി ഈ ഒരു സമ്മേഷനിൽ നോക്കാം. ഇതിൽ കൺസിഡർ fn of x, absolute value of fn of x minus fn of y. നമുക്കറിയാം this is less than or equal to absolute value of fn of x plus the absolute value of fn of y ആണ്. ഓക്കെ.
ഇനി ഇനി ഈ എഫ് എൻസ് നമ്മൾക്കറിയാം, ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് എഫ് എൻ ഓഫ് എക്സ് the absolute value of fn of x is less than or equal to 2 raised to n minus 1 by 3 raised to n ആണ്. For each x in x this is true. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ രണ്ട് വാല്യൂസ് എന്താണ്, which is less than or equal to 2 raised to n minus 1 by 3 raised to n ആണ്. So 2 raised to n minus 1 by 3 raised to n plus 2 raised to n minus 1 by 3 raised to n. By adding these two, this is equal to 2 into 2 raised to n minus 1 by 3 raised to n, and which is equal to 2 raised to n by 3 raised to n, which means 2 by 3 all raised to n. അപ്പോൾ എന്ത് കിട്ടി, ഈ ഒരു അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 2 by 3 raised to n ആണെന്ന് കിട്ടി. സോ ദിസ് സമ്മേഷൻ ഈസ് ലെസ് ദാൻ or equal to the summation n is equal to n plus 1 to infinity 2 by 3 raised to n എന്ന് വരും. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സമ്മേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതെന്താണ്, n ടൈംസ്, ഇവിടെ n is equal to 1 to infinity അല്ല, n is equal to 1 to n ആണ്. അപ്പോൾ n ടൈംസ് എപ്സിലോൺ ബൈ 2 raised to n നമ്മൾ ആഡ് ചെയ്യും. എപ്സിലോൺ ബൈ 2n നമ്മൾ ആഡ് ചെയ്യും. സോ ദിസ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു എപ്സിലോൺ ബൈ 2n പ്ലസ്, ഇനി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ്, കറസ്പോണ്ടിങ് ടു ദിസ് നാച്ചുറൽ നമ്പർ എന്താണ്, ദിസ് ടെയിൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് ഇവിടെ ഈ ഒരു സമ്മേഷൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് വരും. ഇനി എന്നെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ എപ്സിലോൺ ബൈ 2 ആണ് ഉണ്ടാവുക. എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്താണ്, എപ്സിലോൺ ആണ്. അതായത് ഫോർ ഈച്ച് വൈ ഇൻ ദിസ് ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എഫ് ഓഫ് വൈ എവിടെ ഉണ്ടായിരിക്കും, വിച്ച് ബിലോങ്സ് ടു ദ ഓപ്പൺ ഇൻ്റർവൽ എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് പ്ലസ് എപ്സിലോൺ ആയിരിക്കും അല്ലേ. ഈ ഒരു ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഈ പോയിന്റ് എവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കും അല്ലേ. നോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നേരത്തെ നമ്മൾ ഒരു ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നോ, അതിനെ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. then we will be the finite intersection of open sets. So it is an open set, and also x belongs to Vn for all n is equal to 1 to etc. n ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഇൻ്റർസെക്ഷനിലും എക്സ് ഉണ്ടായിരിക്കും. So V is an open set in X containing the point X, and for each y in V f of y എവിടെ ഉണ്ട്, ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലുണ്ട്. ആൻഡ് ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ O എന്നാണ് ചൂസ് ചെയ്തിരുന്നത്. സോ നമ്മൾക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് വി, അതായത് ഫോർ ഈച്ച് വൈ ഇൻ വി എഫ് ഓഫ് വൈ ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഉണ്ടെങ്കിൽ എഫ് ഓഫ് വി തന്നെ എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഓയിലും കണ്ടെയ്ൻഡ് ആണ്. സോ എഫ് ഓഫ് വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ O, അല്ലെങ്കിൽ വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് O. സോ നമ്മൾക്ക് എന്താണ്, എഫ് ഈസ് കണ്ടിന്യൂസ്. അപ്പം നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. സോ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ ഹാസ് എ continuous extension f from x to r if the image f of a is contained in -1 the closed interval -1 ഈ ഒരു കേസിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷന് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. Hence we have proved Teets extension theorem under the assumption that f of a is contained in -1. ഇനി നമ്മൾക്ക് ഇതല്ലാത്ത കേസ് പ്രൂവ് ചെയ്യണം. Now suppose that f from a to r is simply a continuous function whose image may not be a subset of this closed interval. ഇനി നമ്മൾക്കറിയാം റിയൽ നമ്പർ സിസ്റ്റം ഏതൊരു ഓപ്പൺ ഇൻ്റർവെല്ലായിട്ട് ഹോമിയോമോർഫിക് ആണ്. സോ സിൻസ് ആർ ഈസ് ഹോമിയോമോർഫിക് ടു ഈച്ച് ഓപ്പൺ ഇൻ്റർവെൽ
each open interval there is a homeomorphism h from r into the open interval minus 1 1. ഓക്കെ, ആറ് എന്താണ് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലായിട്ട് ഹോമിയോമോർഫിക് ആയിരിക്കും. ആ ഹോമിയോമോർഫിസത്തിന് നമ്മൾ എച്ച് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം നോക്കുക, എച്ച് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫംഗ്ഷനാണ്? ആറിൽ നിന്ന് -1 1 ഫംഗ്ഷനാണ്. ആൻഡ് എഫ് എന്ന് പറയുന്നത് എന്താണ്? എയിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷനും. അങ്ങനെയാണെങ്കിൽ എച്ച് കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും? എയിൽ നിന്ന് -1 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ ആറിന് പകരം -1 1 എന്ന് കൊടുക്കാമേ. സോ എച്ച് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് -1 1 ഫംഗ്ഷനാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്? എച്ചും എഫും കണ്ടിന്യൂസ് ആണ്. സോ എച്ച് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം എ ഇൻടു ദ ഓപ്പൺ ഇൻ്റർവെൽ -1 1 ആയിരിക്കും. അപ്പോൾ എന്താണ്? എച്ച് കോമ്പോസിഷൻ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എ ഫ്രം ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് എച്ച് കോമ്പോസിഷൻ, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എച്ച് കോമ്പോസിഷൻ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം എ ഇൻറ്റു -1 1. അതുകൊണ്ട് തന്നെ എച്ച് കോമ്പോസിഷൻ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 കണ്ടെയ്ൻഡ് ആണ്. സോ ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്ത ആ ഒരു കേസ് എത്തിയില്ലേ? അതുകൊണ്ട് എച്ച് കോമ്പോസിഷൻ എഫിന് എന്താണ്? ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ഫ്രം എ ടു ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുകയും എഫ് ഓഫ് എ എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 ആണെങ്കിൽ എഫിന് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എഫ് ഫ്രം എക്സ് ടു ആർ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി? എച്ച് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലോട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ആൻഡ് എച്ച് കോമ്പോസിഷൻ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 കണ്ടെയ്ൻഡ് ആണ്. ആൻഡ് ഓൾസോ ദിസ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സോ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് പ്രകാരം എച്ച് കോമ്പോസിഷൻ എഫിന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ കണ്ടിന്യൂസ് എക്സ്റ്റൻഷനെയാണ് ഞാൻ എഫ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, then hf from a to r is a continuous function whose image hf of a is a subset of the closed interval -1 1. ഈ ഒരൊറ്റ ലൈനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ വാട്ട് ഹാസ് ഓൾറെഡി ബീൻ പ്രൂവ്ഡ് hf has a continuous extension f dash from x into the closed interval -1 1. But we need to prove that there exists a continuous extension for f. നമുക്ക് എന്താണ് ഇവിടെ എച്ച് എഫിന് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്തത്. പക്ഷെ നമ്മൾക്ക് എന്താണ് എഫിന് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. For that, let b is equal to the set of all x belongs to x such that the absolute value of f dash of x is equal to 1. എന്താണ് absolute value of f dash of x is equal to 1 വരുന്ന എല്ലാ എക്സിൻ്റെയും കളക്ഷനാണ് ബി. ഈ ഒരു absolute value 1 ആവുമെന്ന് വെച്ചാൽ പോസിബിലിറ്റി ഏതൊക്കെയാണുള്ളത്? f dash of x equal to 1 വരാം, f dash of x is equal to -1 വരാം. അതായത് ബി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 വരുന്ന എല്ലാ എക്സിൻ്റെയും കളക്ഷനാണ്. അതായത് 1ലോട്ടും -1ലോട്ടും മാപ്പ് ചെയ്യപ്പെടുന്ന എക്സുകളുടെ കളക്ഷനാണ് ബി എന്ന് പറയുന്നത്. സോ ബി വിൽ ബി ഈക്വൽ ടു വട്ട്? എഫ് ഡാഷ് ഇൻവേഴ്സ് ഓഫ് ദ സെറ്റ് 1 -1 അല്ല, ഈ രണ്ട് എലമെൻസിൻ്റെ ഇൻവേഴ്സ് ഇമേജസിൻ്റെ കളക്ഷൻ ആയിരിക്കും ബിയിലുണ്ടായിരിക്കുക. ഓക്കെ, ഇത് എഴുതിയത് റോങ് ആണ്.
അപ്പോൾ 1ന് പകരം -1 മാത്രമല്ല -1 കൂടെ വരും. ഓക്കെ, ഇനി നമ്മൾക്കറിയാം എന്താണ് -1 എന്താണ്, ദിസ് ഇസ് ഇതിൽ എന്താണ് ഫൈനൈറ്റ് സെറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആണെന്നറിയാം. സോ അതുകൊണ്ട് തന്നെ 1 - 1 എന്താണ്, വിച്ച് ഇസ് എ ഫൈനൈറ്റ് സെറ്റ് ഇൻ ദിസ് സ്പേസ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് സെറ്റാണ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ഫൈനൈറ്റ് സെറ്റാണ്. ദ സെറ്റ് 1 - 1 ഈസ് ക്ലോസ്ഡ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇനി നമ്മൾക്കൊരു കാര്യം കൂടി അറിയാം, ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്താലും ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് എന്താണ്, ക്ലോസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ f' ഇൻവേഴ്സ് ഓഫ് 1 - 1 എന്താണ്, വിച്ച് ഈസ് ക്ലോസ്ഡ്. സോ ബി ഈസ് ക്ലോസ്ഡ്. ഇപ്പോൾ ബി എന്താണ്, ബി ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ബി ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് കിട്ടി. ബി ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ് ആണ്. ദെൻ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്. രണ്ടും ക്ലോസ്ഡ് സെറ്റ്സ് ആണ്, പക്ഷെ അതെങ്ങനെയാണ് ഡിസ്ജോയിൻ്റ് ആയത്? നമ്മൾക്കറിയാം ബിയിലുള്ള പോയിൻറ്റ്സിനൊക്കെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്, 1 അല്ലെങ്കിൽ -1 മാപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ. എയിലുള്ള പോയിൻറ്റ്സിനൊക്കെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്, നമ്മൾക്ക് എച്ച് അല്ലേ, HF ആണ് ഇവിടുത്തെ ഫങ്ഷൻ. HFൻ്റെ എക്സ്റ്റൻഷൻ ആണ് F'. അപ്പോൾ HF എനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്, ഓപ്പൺ ഇൻ്റർവെൽ -1 1ലുള്ള പോയിൻറ്റ്സിലോട്ടേ മാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ F' എന്താണ്, എയിലുള്ള പോയിൻറ്റ്സിന് ഈ ഓപ്പൺ ഇൻ്റർവെല്ലിലോട്ട് തന്നെ മാപ്പ് ചെയ്യത്തുള്ളൂ, കാരണം F' ഈ ഫങ്ഷൻ്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു. സോ F' എയിലുള്ള ഒരു പോയിൻറ്റിനെ പോലും 1ലോട്ടോ -1ലോട്ടോ മാപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബിയിൽ എയിലുള്ള ഒരു പോയിന്റ് പോലും വരത്തില്ല. സോ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്. ഹെൻസ് ദീസ് ടു ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. സോ ദർ ഈസ് എ, നമുക്ക് എന്ത് കിട്ടി, എക്സ് നോർമൽ സ്പേസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ സ്പേസ് ആയതുകൊണ്ടും എയും ബിയും ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആയതുകൊണ്ടും there is a unison function g from x to the closed interval 0 1 such that g of b equal to 0 and g of a equal to 1. ഇത്തരത്തിലൊരു ഫംഗ്ഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും, എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Then for each x in x the product g of x into f' of x belongs to -1 1. എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് എവിടെയാണ്, -1 1ലാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്, നമ്മൾക്ക് എന്താണ്, g of x f' of x ഈക്വൽ ടു 1 അല്ലെങ്കിൽ -1 വരണമെങ്കിൽ എന്താണ്, g of x എന്താണ്, ആകെയുള്ളൊരു വാല്യൂ ഏതെടുക്കാൻ ചാൻസ് ഉള്ളൂ, 1. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ f' of x ഏത് വാല്യൂസ് എടുത്തിരിക്കണം, f' of x എന്താണ്, 1 അല്ലെങ്കിൽ -1. ഈ രണ്ട് വാല്യൂസ് എന്തായാലും എടുത്തിരിക്കണം അല്ലേ. g of x ഈക്വൽ ടു 1ഉം അതിൻ്റെ കൂടെ തന്നെ f' of x 1 അല്ലെങ്കിൽ -1 ആയിരിക്കണം. ഇനി നോക്കാം, f' of x 1 അല്ലെങ്കിൽ -1 വാല്യൂസ് എടുക്കുകയാണെങ്കിൽ x എവിടെ ഉണ്ടായിരിക്കും, x belongs to b ആയിരിക്കും ആണല്ലോ. x belongs to b. x belongs to b ആണെങ്കിൽ g of xൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, g of b ഈക്വൽ ടു 0 ആയതുകൊണ്ട്. അപ്പോൾ g of x ഈക്വൽ ടു 0 ആണെങ്കിൽ g of x ഇൻറ്റു f' of x എന്തായിത്തീരും, 0 ആയിത്തീരും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് വരുന്നില്ല, 1 അല്ലെങ്കിൽ -1 വാല്യൂ എന്തായാലും എടുക്കുന്നില്ല. ഓക്കെ, ഇനി നോക്കുക, g of x ഈക്വൽ ടു 1 ആണെന്ന് കരുതുക. g of x ഈക്വൽ ടു 1 ആണെങ്കിൽ f' വാല്യൂ എന്തായിരിക്കും, f' എന്ന് പറയുന്നത് ആക്ച്വലി f ഫ്രം a to -1 1, ഓപ്പൺ ഇൻ്റർവെൽ -1 1. ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ f' of x
ഫോർ എക്സ് ബിലോങ്സ് ടു എക്ക് ആ വാല്യൂ എവിടെ ഉണ്ടായിരിക്കുക? ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് ഉണ്ടായിരിക്കുക. അത് 1 അല്ലെങ്കിൽ -1 എന്തായാലും ആവത്തില്ല. അപ്പോഴും നമ്മൾക്ക് എന്താണ് ജി ഓഫ് എക്സിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1ൻ്റെയും -1ൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. 1 അല്ലെങ്കിൽ -1 വാല്യൂ എന്തായാലും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് 1 അല്ലെങ്കിൽ -1 ആവണമെങ്കിൽ എന്തായാലും ഇങ്ങനെ വരണം. പക്ഷേ നമുക്ക് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഒരിക്കലും 1ഉം -1ഉം വരത്തില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് 1 അല്ലെങ്കിൽ -1 ആണെങ്കിൽ ജി ഓഫ് എക്സ് ഒരിക്കലും 1 വരത്തില്ല. സോ നമ്മൾക്ക് ഏത് കേസില്ല? ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും 1 അല്ലെങ്കിൽ -1 വാല്യൂ എന്തായാലും എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂസ് ഒക്കെ എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് -1, അതായത് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? വിച്ച് ഇസ് എ ഹോമിയോമോർഫിസം ഫ്രം ആർ ടു ദ ഓപ്പൺ ഇൻ്റർവെൽ -1 1 ആയിരുന്നു. അപ്പോൾ എച്ച് ഇൻവേഴ്സ് എന്തായിരിക്കും? എച്ച് ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ദ ഓപ്പൺ ഇൻ്റർവെൽ -1 1 ടു ആർ ആയിരിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എച്ച് ഹോമിയോമോർഫിസ് ആയതുകൊണ്ട് എച്ച് ഇൻവേഴ്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്താണ്? എച്ച് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് -1 1. അതിലാണ് ഈ എല്ലാ വാല്യൂസും വരുന്നത്. സോ നമ്മൾക്ക് എന്താണ്? എച്ച് ഇൻവേഴ്സ് കോമ്പോസിഷൻ ദ പ്രൊഡക്റ്റ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. കാരണം ഈ ഒരു വാല്യൂസ് എച്ച് ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ വരുന്നത് കൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഫ്രം the x, the normal space x to R, which is defined by f of x is equal to h inverse of g of x into f dash of x. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇനി എച്ച് ഇൻവേഴ്സും ജിയും എഫ് ഡാഷും എല്ലാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫും കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ ആണ്. Now we are going to prove that the function f is the extension of the function f from a to r. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് for a in A, consider f of a. f of a is equal to h inverse of g of a into f dash of a എന്ന് വരും. ഇനി ജി ഓഫ് എ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എയിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും ജി 1 മാപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് കിട്ടി? ജി ഓഫ് എ 1 ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻവേഴ്സ് ഓഫ് 1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ എന്ന് വരും. അതായത് എച്ച് ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ. ഇനി എഫ് ഡാഷ് എന്തായിരുന്നു? എഫ് ഡാഷ് എന്ന് പറയുന്നത് ദ ഫങ്ഷൻ, ദ കണ്ടിന്യൂസ് ഫങ്ഷൻ എച്ച് ഫ്രം എ ടു ആറിൻ്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു അല്ലേ? സോ അതുകൊണ്ട് എയിലുള്ള എല്ലാ വാല്യൂസിനും എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എച്ച് എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻവേഴ്സ് ഓഫ് എച്ച് എഫ് ഓഫ് എ എന്ന് വരും. ഇനി എച്ച് ഇൻവേഴ്സും എച്ചും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടും കൂടി ക്യാൻസൽ ആവും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എഫ് ഓഫ് എ എന്ന് കിട്ടി. അതായത് ഫോർ ഈച്ച് എ ഇൻ എ f of a is equal to this value f of a എന്ന് കിട്ടി. So f is the already f continuous function ആണെന്ന് അറിയാം. And for all a in R, for all a in this closed set A, ഈ രണ്ട് വാല്യൂസും സെയിം ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? This function f is the continuous extension of the function f from the closed interval, the continuous function f from the closed interval a to r. Okay, so this function is our desired extension.